إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് ജീവിച്ച് അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വെളിച്ചത്തിൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുർ റൂമിൽ അല്ലാഹു തആല നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير الله الذي خلقكم من ضعف ദുർബലതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹ്. ثم جعل من بعد ضعف قوة ആ ദുർബലതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾക്ക് നൽകി. ثم جعل من بعد قوة ضعفا وشيبا പിന്നീട് ആ ആരോഗ്യത്തിന് ശേഷം നിങ്ങൾക്ക് ബലഹീനതയും നരയും അല്ലാഹു നിങ്ങൾക്ക് നൽകി.
യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാകുന്നു. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. നമ്മൾ ദുർബലാവസ്ഥയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. അതിനുശേഷം നമുക്ക് നല്ല ആരോഗ്യം റബ്ബ് തന്നു. ആ ആരോഗ്യത്തിന് ശേഷം വീണ്ടും നമ്മൾ ദുർബലതയിലേക്ക് നീങ്ങുന്നു, വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അവന്റെ ഈ സൃഷ്ടിപ്പ്. അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിയുന്നവനുമാണ് എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വല്ലിപ്പമാരും നമ്മുടെ കാരണവന്മാരുമായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പ്രായം ചെന്ന പല ആളുകളും മാനസികമായി ഒരുപാട് അല്ലലുകളും വിഷമങ്ങളും പേറുന്നവരാണ്. അത് മക്കളിൽ നിന്നാവാം, അതല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ നിന്നാവാം, കുടുംബത്തിലെ മറ്റു പലരിൽ നിന്നുമൊക്കെ ആകാം. പല രൂപത്തിലുള്ള അവഗണനയും പല രൂപത്തിലുള്ള അനിഷ്ടകരമായ ഇടപെടലുകളും എല്ലാം പ്രായം ചെന്നിട്ടുള്ള നമ്മുടെ മുതിർന്നവരായ ആളുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആ പ്രയാസങ്ങൾ പലപ്പോഴും അവർ പലരുമായും പങ്കുവെക്കാറുമുണ്ട്. പലരും അവരുടെ മനസ്സിൽ അത് ആരുമായും പങ്കുവെക്കാതെ ആ ഒരു വിഷമം പേറി നടക്കുകയാണ് നമ്മുടെ പല ആളുകളും. സുഹൃത്തുക്കളെ, ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ കാണേണ്ട ഒരു മേഖലയാണ് ഇത്. പ്രായം ചെന്നവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ കൃത്യമായ രൂപത്തിൽ വിവരിച്ചു തരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും തന്നെ പ്രായം ചെന്ന ആളുകളെ അവമതിക്കുകയോ അവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ സ്ഥാനങ്ങളെയും വില കുറച്ചു കാണുകയോ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭൂഷണമല്ല. അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നാളുകളിൽ അവർക്കുണ്ടായ പല ദുരനുഭവങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിലെ വ്യത്യസ്തമായ പല സന്ദർഭങ്ങളിലും അവർക്ക് ഒരുപാട് അനുഭവങ്ങളും മറ്റും നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അറിവില്ലാത്ത എത്രയോ കാര്യങ്ങൾ പ്രായം ചെന്ന നമ്മുടെ ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന നിർദ്ദേശങ്ങളും അവരുടേതായ അഭിപ്രായങ്ങൾക്കും കുടുംബത്തിലും സമൂഹത്തിലും ഏത് മേഖലയിലും അതിൻ്റെതായ അർഹിക്കുന്ന പ്രാധാന്യവും സ്ഥാനവും നമ്മൾ നൽകേണ്ടതുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഗുണകാംക്ഷയോടുകൂടി തിരുത്തിക്കൊടുക്കാനും അതിൻ്റെ വസ്തുത ഇന്നതാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്ക് അവരുടെ മേൽ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ കുരച്ചു കയറുന്ന ഒരവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രായം ചെല്ലുക, വാർദ്ധക്യത്തിലെത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരവസ്ഥയാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ നമ്മൾ പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ് എന്നറിയാത്തൊരവസ്ഥ.
പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് കഴിയേണ്ടുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥ ഒരുപക്ഷെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ഒരു സന്ദർഭത്തിലാകും ഇന്ന് നമ്മൾ പ്രായം ചെന്ന ആളുകളോട് കാണിക്കുന്ന അവമതിപ്പും അവഗണനയുടെയും ഒക്കെ തിക്തഫലം നമ്മൾ മാനസികമായി നമ്മൾ അനുഭവിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ഹറം. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലാഹ് ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. മിനൽ അജ്സി, അശക്തതയിൽ നിന്ന്, വൽ കസലി, മടിയിൽ നിന്നും അലസതയിൽ നിന്നും, വൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്നും, വൽ ഹറമി, വാർദ്ധക്യത്തിൽ നിന്നും അല്ലാഹ് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വാർദ്ധക്യാവസ്ഥ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വല്ലാത്ത പ്രയാസകരമായ ഒരു ഘട്ടമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ തന്നെയും നിറവേറ്റണമെങ്കിൽ മറ്റുള്ള പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണത്. ആ ഒരു അവസ്ഥ വരുന്നതിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദിൽ ഉമർ. അല്ലാഹുവേ, എന്നെ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് നാഥാ നീ എനിക്ക് കാവൽ തരണേ, നീ എനിക്ക് രക്ഷ തരണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെയും എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല ആഫിയത്ത്, നല്ല ആരോഗ്യം ഉണ്ടാകണമെന്നതാണ്. നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹുവേ, നീ എനിക്ക് ആഫിയത്ത് തരണേ, നീ എനിക്ക് ആരോഗ്യം തരണേ. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് റബ്ബ് തരുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടുമ്പോഴേ, അതില്ലാതെയാകുമ്പോഴേ, അതല്ലെങ്കിൽ ഈ ഒരു വാർദ്ധക്യാവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോഴേ അതിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഈ ഒരു വാർദ്ധക്യാവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് തേടാറുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ആയുസ് വർദ്ധിച്ച് ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് അത് റബ്ബ് തരുന്നൊരു അനുഗ്രഹമാണ്. ആയുസ് കൂടിക്കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, എന്ത്? ആഫിയത്തുള്ള ഒരു ആയുസ്, ഈമാനുള്ള ഒരു ആയുസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ആഫിയത്ത് വേണം, ഈമാന് വേണം. അങ്ങനത്തെ ഒരു ആയുസ്സായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അങ്ങനത്തെ ഒരു ആയുസ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൻ അബീ ബക്ര റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല, ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടി, ദീർഘായുസ് ലഭിച്ചു, അതോടൊപ്പം തന്നെ വഹസുന അമലുഹു, അയാൾ നല്ല അമലുകളും ചെയ്തു. അങ്ങനത്തെ ആളുകളാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, വഅയ്യുന്നാസി ശർർ, മനുഷ്യരിൽ ഏറ്റവും ദുഷ്ടന്മാർ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു, ഒരാൾക്ക് ആയുസ് നല്ലോണം കിട്ടി, നല്ല ദീർഘായുസ് കിട്ടി, പക്ഷെ വസാഅ അമലുഹു, അയാൾ അമലുകൾ മോശമാക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ആളുകളാണ് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ആയുസ് വർദ്ധിപ്പിച്ച് ലഭിക്കുക എന്നുള്ളത്, അത് കിട്ടുക എന്നുള്ളത് നമ്മൾ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ആഗ്രഹത്തിന്റെ മേൽ ഉണ്ടായിരിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ആയുസ്സായിരിക്കണം, നല്ല ജീവിതകാലമായിരിക്കണം.
ആ ഒരു ആയുസ് കിട്ടുന്ന കാലമത്രയും അമലുകൾ നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും പലരും ഇപ്പോഴും വയസ്സായ ഒരവസ്ഥ എത്തിയാൽ പോലും, പ്രായം എത്തിക്കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള മാനസികമായ മാറ്റമില്ലാതെ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ, ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ, അതല്ലെങ്കിൽ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടുമുള്ള പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും ഇടപാടുകളിലും മാറ്റമില്ലാതെ ഇപ്പോഴും ഇങ്ങനെ മനസ്സ് കുടുസായി കൊണ്ട് ജീവിക്കുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയുസ് ലഭിക്കുകയും അമല് നന്നാക്കി തീർക്കുകയും ചെയ്യുന്നവരാകുന്നു ആളുകളിൽ ഏറ്റവും നല്ലവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അഹദുൻ അഫ്ദല ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാമി ലിതസ്ബീഹിഹി വതക്ബീരിഹി വതഹ്ലീലിഹി. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുഅ്മിനായ ഒരാളേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠനായ ഒരാളുമില്ല. എങ്ങനത്തെ ആള്? ആ മുഅ്മിനായ ഒരാള് യുഅമ്മറു ഫിൽ ഇസ്ലാം, മുസ്ലിമായി കൊണ്ട് ദീർഘകാലം ജീവിക്കാനുള്ള ഒരു അവസ്ഥ, ഒരു ആയുസ് അദ്ദേഹത്തിന് ലഭിച്ചു. എന്നിട്ട് ലിതസ്ബീഹിഹി, അയാൾ ഒരുപാട് പ്രാവശ്യം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഇങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വതക്ബീരിഹി, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ തക്ബീർ ചെയ്യുന്നു. വതഹ്ലീലിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ തഹ്ലീൽ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന, അല്ലാഹുവിനെ ദിക്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളേക്കാൾ, മുഅ്മിനായ ഒരാളേക്കാൾ ശ്രേഷ്ഠനായ ഒരാളും ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആയുസ് ലഭിക്കുകയും ആ ആയുസിന്റെ അവസാന സമയത്ത് അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും അല്ലാഹുവിനെ പ്രശംസിക്കുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു മുഅ്മിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാളില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനർത്ഥം എന്താ? പ്രായാധിക്യം ചെന്ന സമയത്ത് ഈ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത് അത്വലുക്കും അഅ്മാറാ, നിങ്ങൾക്ക് നല്ല ദീർഘായുസ് ലഭിച്ചു, ആയുസ് നന്നായി കിട്ടി. അതോടൊപ്പം തന്നെ വഅഹ്സനുക്കും അഅ്മാല, അമലുകൾ നന്നാക്കി തീർക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. പ്രായം ചെന്ന സന്ദർഭത്തിലും ഇടുങ്ങിയ മനസ്സുമായി മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലും അതുപോലെ തന്നെ സ്വഭാവ പെരുമാറ്റങ്ങളിലും ഒന്നും മാറ്റം വരുത്താതെ ഇപ്പോഴും നിസ്കാരത്തിന്റെ കാര്യങ്ങളിലും ഇബാദത്തുകളുടെ കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിഷയങ്ങളിൽ നിന്നും പ്രത്യേകം ശ്രദ്ധ കാണിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ ഏറ്റവും നഷ്ടത്തിൽപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ത്വയ്ബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, എന്താ പറയുക, ഒരാള് ആയുസ് നന്നായി കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാം ത്വയ്ബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു തരുന്നത് ഒരു കച്ചവടക്കാരന്റെ മൂലധനം പോലെയാണ് നമ്മുടെ ആയുസ് എന്നുള്ളത്. ഒരു കച്ചവടക്കാരന്റെ മൂലധനം അത് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഇറക്കാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അദ്ദേഹത്തിന് കാര്യമായ ലാഭമോ കാര്യങ്ങളൊന്നും ലഭിക്കൂല, നഷ്ടത്തിൽ പെട്ടുപോകും, ആ മൂലധനം തന്നെ നശിച്ചു പോകും. എന്നാൽ ആ ധനം തന്റെ കച്ചവടത്തിൽ ഇറക്കുകയാണെങ്കിലോ അദ്ദേഹത്തിന് വലിയ ലാഭം കൊയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ആയുസ് എന്ന് പറയുന്നത്. ആയുസ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഫഖദ് ഫാസ വ അഫ്ലഹ, അയാൾ വിജയിച്ചു എന്നതാണ്. എന്നാൽ വമൻ അദാഅ റഅസ മാലിഹി, അദ്ദേഹത്തിന്റെ മൂലധനം നഷ്ടപ്പെടുത്തുകയാണെങ്കിലോ അദ്ദേഹത്തിന് ഒരു ലാഭവും കൊയ്തെടുക്കാൻ സാധിക്കുകയില്ല. വലിയ ഒരു നഷ്ടമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക എന്നതാണ്. ഇതുപോലെയാണ് ആയുസ്. ഈ ആയുസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ
അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലായിരിക്കും എത്തിച്ചേരുക എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ ശൈഖുൻ യുരീദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മളൊക്കെ പ്രായം ചെന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ, അവരെ ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കാതെ, അവരുടെ ഇടയിൽ പോലും വൃത്തികെട്ട രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ നടത്തുന്ന പല ചെറുപ്പക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. പ്രായം ചെന്ന ഒരാളെ കാണുമ്പോൾ, പഴയ കാലത്തൊക്കെ പ്രായം ചെന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് വല്ല കാര്യങ്ങളും സംസാരിക്കുന്നതിലും അതുപോലെ തന്നെ പെരുമാറുന്നതിലുമൊക്കെ ആളുകൾക്ക് വലിയ പേടിയും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് മുതിർന്നവരെന്നോ കാരണവന്മാരെന്നോ അതല്ലെങ്കിൽ സ്വന്തം വല്ലിപ്പ തന്നെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റ മര്യാദകളൊന്നും പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഓരോരുത്തരും അവർക്കിഷ്ടമുള്ളത് പറയാനും ചെയ്യാനും ഒന്നും ആരുടെ മുമ്പിലും മടിയില്ലാത്തൊരവസ്ഥയാണ് പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പ്രായം ചെന്ന ആളുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ, അവരെ ബഹുമാനിക്കാതെ, അവർക്ക് കൊടുക്കേണ്ട ആദരവ് നൽകാതെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നതെന്ന് അറിയോ? ജാഅ ശൈഖുൻ, ഒരു പ്രായം ചെന്ന ഒരാള് വരികയാണ്. അദ്ദേഹം യുരീദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ അടുത്തേക്ക് വരാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നബിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാൻ പറ്റണില്ല, എത്താൻ പറ്റണില്ല. കാരണം ആളുകളുടെ അടുത്ത് നിന്ന് ആളുകൾ ഒരു വിശാലത കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നബിന്റെ അടുത്തേക്ക് വരാൻ പറ്റാതെ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പ്രായം ചെന്ന ആള് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മനസ്സിലായോ? ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവർക്ക് ബഹുമാനം നൽകാത്തവരും അവരെ ആദരിക്കാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല എന്ന്. സുഹൃത്തുക്കളെ, പ്രായം ചെന്ന ആളുകളെ ബഹുമാനിക്കാൻ കഴിയണം. അതിൽ ഒരു നിലക്കുമുള്ള ഒരു അമാന്തവും നമ്മൾ കാണിച്ചുകൂടാ, ഒരു പിശുക്കും നമുക്കുണ്ടായിക്കൂടാ. ഒരാളെ ബഹുമാനിച്ചു എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല. ആരെങ്കിലും ബഹുമാനിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ബഹുമാനിച്ചത് കൊണ്ട് നമ്മൾക്ക് ഉയർച്ചയെ ലഭിക്കുകയുള്ളൂ. ഒരാളെ ബഹുമാനിച്ചത് കൊണ്ടും ആദരിച്ചത് കൊണ്ടും നമുക്ക് ഉയർച്ചയെ ലഭിക്കുകയുള്ളൂ, ഒരിക്കലും നഷ്ടം വരികയില്ല. എന്നാൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിർ കബീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും ലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടവരല്ല എന്ന്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വചനമാണിതൊക്കെ, പലപ്പോഴും കേൾക്കുന്ന ആശയങ്ങളാണിതൊക്കെ. സുഹൃത്തുക്കളെ, ഇതൊന്നും ചില്ലറ കാര്യമല്ല. റബ്ബിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട വിഷയങ്ങളാണിതൊക്കെ. വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല എന്നതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മല്ലം യർഹം സഗീറനാ വയഅരിഫ് ഹഖ്ഖ കബീറനാ ഫലൈസ മിന്നാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവർക്കുള്ള അവകാശങ്ങളെ മനസ്സിലാക്കാത്തവരും ഫലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടവരല്ല എന്ന്. വലിയവർക്കുള്ള അവകാശങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങളും മാനങ്ങളും അത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വഹാബിമാർ, മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇരുട്ടായാൽ ഇങ്ങനെ നടന്നു പോകും, എന്നിട്ടൊരു വീട്ടിൽ പ്രവേശിക്കും. എന്നും പതിവുള്ള ഒരു സംഭവം. അപ്പൊ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഈ വീട്ടിൽ നേരം വെളുത്തപ്പോ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറി ചെന്നപ്പോ പ്രായം ചെന്ന കണ്ണ് കാണാത്ത ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളത്. അപ്പോ തൽഹത്ത് റളിയല്ലാഹു അൻഹു
ആ ഉമ്മയോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം എന്തിനാണ് ഇവിടെ വരുന്നത്? അപ്പൊ ആ ഉമ്മ പറയാണ്, എത്രയോ കാലമായി അദ്ദേഹം ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? എനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വെക്കും. എന്തെങ്കിലും ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി വീട് വൃത്തിയാക്കിയിട്ട് അദ്ദേഹം ഇവിടുന്ന് പോകാറുള്ളൂ. പ്രായം ചെന്ന ആളുകളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് സഹാബിമാര്. നോക്കണം നിങ്ങൾ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ ദിവസത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിനെയും കൂട്ടി വരികയാണ്. അബൂ ഖുഹാഫ റളിയല്ലാഹു അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല. പിതാവിനെയും കൂട്ടി വരികയാണ്. വയസ്സായിട്ടുണ്ട്, പ്രായം അങ്ങേയറ്റം എത്തിയിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പ. അപ്പൊ നബിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ അബൂബക്കർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹല്ലാ തറകത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അന ആതി. അല്ല അബൂബക്കറെ, ഈ പ്രായം ചെന്ന ഈ മനുഷ്യനെയും കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അദ്ദേഹത്തെ വീട്ടിൽ തന്നെ നിർത്തിക്കൂടായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു നബിയോട് പറഞ്ഞു, നബിയെ, ഹുവ അഹഖു അൻ യംശി ഇലൈക മിൻ അൻ തംശി അൻത ഇലൈഹി. നിങ്ങൾ അങ്ങോട്ട് വരുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു തിരിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅജ്ലസഹു ബൈന യദൈഹി, അബൂ ഖുഹാഫയെ നബിന്റെ മുന്നിലിരുത്തിയാണ്. പ്രായം ചെന്ന അദ്ദേഹത്തെ നബിന്റെ ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസഹ സദ്റഹു, അബൂ ഖുഹാഫയുടെ നെഞ്ചകത്ത് ഇങ്ങനെ തടവി, സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇങ്ങനെ തടവി. എന്നിട്ട് അബൂ ഖുഹാഫയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്ലിം, നിങ്ങളൊന്ന് മുസ്ലിമായി കൂടെ. അബൂ ഖുഹാഫയുടെ മനസ്സങ്ങട്ട് ഇളകി, ഫഅസ്ലമ, അദ്ദേഹം മുസ്ലിമായി എന്നാണ്. നോക്കൂ സുഹൃത്തുക്കളെ, പ്രായം ചെന്ന ആ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കേണ്ട ആ സ്ഥാനവും നബി അദ്ദേഹത്തോട് കാണിച്ച ആ പെരുമാറ്റവും സ്നേഹത്തിന്റെ തലോടലും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് മാറ്റി. തന്റെ ആ ദലാലത്ത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് സന്മാർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രായം ചെന്ന ആളുകളോട് എങ്ങനെയായിരിക്കണം നമ്മളൊക്കെ വർത്തിക്കേണ്ടത് എന്ന കൃത്യമായ ഒരു വെളിച്ചമാണ് ഈ സംഭവത്തിൽ നിന്നൊക്കെ നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരങ്ങേറ്റം പ്രായം ചെന്നൊരു സ്ത്രീയാണ്. ഒരിക്കൽ നബിന്റെ വീട്ടിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് വരികയാണ്. നബിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അങ്ങോട്ട് സ്വീകരിച്ചു. നബി സ്നേഹത്തോടെ ആ പ്രായം ചെന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി കൂട്ടുകാരിയോട് കൈഫ അൻതും കൈഫ ഹാലുക്കും കൈഫ കുൻതും ബഅദനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ അറബികൾ ചെയ്യാറുള്ളത് പോലെയുള്ള സുഖവിവരങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവരോട് ചോദിക്കുകയാണ്. ചോദിക്കുന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, തുഖ്ബലുഹാ അലാ ഹാദിഹിൽ അജൂസ ഹാദൽ ഇഖ്ബാൽ, എന്തൊരു സ്വീകാര്യതയാണ് നബിയെ നിങ്ങൾ കൊടുക്കുന്നത്? ഈ പ്രായം ചെന്ന അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയ ഈ ഒരു സ്ത്രീക്ക് എന്തൊരു സ്വീകാര്യതയാണ് നബിയെ നിങ്ങൾ കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം ചെന്ന ഒരാളെ എത്ര ബഹുമാനത്തോടെയും എത്ര ആദരവോടെയുമാണ് സ്വീകരിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ അമ്പരപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുകയാണ്, അല്ല നബിയെ, ഈ പ്രായം ചെന്ന ഈ സ്ത്രീയെ എത്ര വലിയ സ്വീകാര്യതയാണ് നിങ്ങൾ കൊടുക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ആയിഷ, ഇന്നഹാ കാനത തഅതീനാ സമന ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് ഈ സ്ത്രീ ഞങ്ങളുടെ അടുക്ക് പലപ്പോഴും വരാറുണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ, നല്ല ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രായം ചെന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടാകും, വല്ലിപ്പമാരുണ്ടാകും, വല്യമ്മമാരുണ്ടാകും, പ്രായം ചെന്ന കാരണവന്മാരുണ്ടാകും. അവരെയൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും മാനവും നമ്മൾ നൽകണം. അവരുടെ മുമ്പിൽ, അവരുടെ ഇടയിൽ വെച്ച് അപമര്യാദയായി കൊണ്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ട സ്ഥാനങ്ങളൊക്കെ നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ബഹുമാനിച്ച് അവരെ സ്നേഹിച്ച് നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളത് അതൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നല്ല ആഫിയത്തോടു കൂടി ഉള്ള ഒരു ആയുസ് നമുക്ക് എല്ലാവർക്കും നൽകുകയും എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന നല്ല മുഅ്മിനായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ കാരണവന്മാരായ ആളുകൾ, അവരോട് നമുക്കുണ്ടായിരിക്കേണ്ട പെരുമാറ്റവും ഇടപെടലുകളുടെയുമൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇസ്ലാമിൽ നിസ്കാരത്തിന്റെ വിഷയങ്ങളിലും അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയങ്ങളിലുമൊക്കെ പല മേഖലകളിലായിക്കൊണ്ട് പല ഇളവുകളും നൽകപ്പെട്ടവരാണ് പ്രായം ചെന്ന ആളുകൾ എന്നുള്ളത്. പ്രായം അങ്ങേയറ്റമെത്തി ഇമാമിയങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, പിറകിൽ പ്രായം ചെന്ന ആളുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അവർക്ക് കൊടുക്കുന്നൊരു സ്ഥാനാണത്. നോമ്പിന്റെ വിഷയം വന്നപ്പോൾ നോമ്പെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഫിദിയ കൊടുത്താൽ മതി, ഇസ്ലാം നിശ്ചയിച്ചു. ഇതൊക്കെ നമുക്ക് പ്രായം ചെന്ന ആളുകൾക്ക് ഇസ്ലാമിക ശരീഅത്തിൽ കൊടുത്തിട്ടുള്ള സ്ഥാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പലപ്പോഴും മതപരമായ കാര്യത്തിൽ കൃത്യമായ ഒരു അറിവോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും പഴയ ഒരു അവസ്ഥയിൽ തന്നെ അള്ളാഹുവുമായിട്ടുള്ള ഒരു അടുപ്പമൊന്നും ആഗ്രഹിക്കാതെ നിസ്കാരത്തിന്റെ ഇബാദത്തുകളുടെ കാര്യത്തിലും നന്മയുടെ കാര്യങ്ങളിലും ഒന്നും കൂടുതൽ ശ്രദ്ധ കാണിക്കുകയോ താല്പര്യം കാണിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾ, പ്രായം ചെന്ന ആളുകളിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ നോക്കൂ. നബി പറയാണ്, ഖൽബു ശൈഖി ശാബ്ബുൻ അലാ ഹുബ്ബി ഇസ്നതൈനി. എത്ര പ്രായം ചെന്ന ആളുകളാണെങ്കിലും അവരുടെ ഹൃദയം നല്ല ചെറുപ്പായിരിക്കുന്നു രണ്ട് കാര്യത്തോട്. ഏതാണ് ആ രണ്ട് കാര്യം? ഒന്ന് ഹുബ്ബുൽ ഐഷ്, ജീവിതത്തോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ വൽ മാൽ, ധനത്തോടുള്ള ഇഷ്ടം. ഈ രണ്ട് വിഷയത്തിലും പലപ്പോഴും പ്രായം ചെന്നാലും പല ആളുകൾക്കും ആ കാര്യത്തിൽ ഭയങ്കര യൗവനമായിരിക്കും ഉണ്ടാകുക. ആ ഒരു വിഷയം വരുമ്പോൾ ജീവിതത്തോടുള്ള താല്പര്യവും സമ്പത്തിനോടുള്ള താല്പര്യത്തിന്റെയും പരിഗണിക്കുമ്പോൾ ആ വിഷയത്തിൽ മാത്രം പ്രായം ചെന്ന ആളുകളും എന്തായിരിക്കും? നല്ല അവരുടെ ഹൃദയം ആരോഗ്യമുള്ള അവസ്ഥയായിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, യഹ്റുമു ഇബ്നു ആദം, മനുഷ്യർ വാർദ്ധക്യത്തിലെത്തും, എന്നാൽ വതശുബ്ബു മിൻഹു സ്നതാൻ, രണ്ട് കാര്യങ്ങളുടെ വിഷയത്തിൽ അവര് എപ്പോഴും എന്തായിരിക്കും? യുവാക്കളായിരിക്കും. ഒന്ന് അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംർ, ഒന്ന് സമ്പത്തിന്റെ കാര്യത്തിലുള്ള ആർത്തി, ആ വിഷയത്തിലും അതുപോലെ തന്നെ ആയുസ് വർദ്ധിച്ചു കിട്ടണം, ഇനിയും ജീവിക്കണം എന്ന ആ ഒരു കാര്യത്തിലും അവർ നല്ല ആരോഗ്യമായിരിക്കും, അവർ ചെറുപ്പക്കാരായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയുസ് കൂടുതൽ കിട്ടിയിട്ടും നമുക്ക് വേണ്ട രൂപത്തിൽ നന്മകളും ഇബാദത്തുകളും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സുഹൃത്തുക്കളെ, അത് ഭയങ്കര നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഅ്ദറല്ലാഹു ഇലംറിഇൻ അഖറ അജലഹു, ഒരാൾക്ക് ദീർഘായുസ് കിട്ടി,
ദീർഘായുസ് കിട്ടിയ ഒരാളെ 60 വയസ്സ് വരെ ഒരാൾക്ക് ആയുസ് നീട്ടിക്കിട്ടി. എന്നിട്ടും അയാൾക്ക് വേണ്ട രൂപത്തിലെ ഇബാദത്തുകളൊന്നും ചെയ്തിട്ട് സ്വർഗം കിട്ടാതെ പോകുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉദ്റും അയാൾക്ക് പറയാനില്ല. പടച്ചോനെ, എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഉദ്ർ ബോധിക്കാൻ ഒന്നുമില്ല. 60 വയസ്സ് വരെ ജീവിക്കാൻ കിട്ടിയിട്ട് നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. അതുപോലെ തന്നെ വളരെ ചുരുക്കം പല ആളുകളും തിന്മയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഒരു പേടിയും ബേജാറുമില്ലാതെ തിന്മയുടെ കാര്യത്തിൽ ഇപ്പോഴും ആ തിന്മകളിൽ തന്നെ മുഴുകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. പ്രായം ചെന്നിട്ടും ഈ തിന്മകളോടൊന്നും ഒരു വെറുപ്പോ അകൽച്ചയോ ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകൾ, അവരോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല സംസാരിക്കുകയേയില്ല, വലാ യുസക്കീഹിം അവരെ സംസ്കരിച്ചെടുക്കുകയുമില്ല, വലാ യൻദുറു ഇലൈഹിം അവരോട് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല, വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും. ആരാണ് ആ 3 വിഭാഗം? ഒന്നാമതായി കൊണ്ട് നബി പറഞ്ഞു തരാം, ശൈഖിൻ സാനിൻ, വ്യഭിചാരിയായ പ്രായം ചെന്ന ആളുകൾ. അവർക്ക് അല്ലാഹു ഒരിക്കലും അവരോട് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ മിണ്ടുക പോലുമില്ല. അവരോട് കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് ഉണ്ടാവുകയില്ല. അവർക്ക് കടുത്ത ശിക്ഷയും ഉണ്ടായിരിക്കുമെന്നാണ്. രണ്ടാമത് നബി പറഞ്ഞത് വമലികുൻ കദ്ദാബ്, കള്ളനായ ഭരണാധികാരി. മൂന്നാമത്തത് വആയിലുൻ മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ. ഈ 3 ആളുകളോടും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയോ അവരെ സംസ്കരിച്ച് നന്നാക്കുകയോ അതുപോലെ തന്നെ അവരോട് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയോ അവർ ചെയ്യുകയില്ല. മാത്രമല്ല അവർക്ക് കഠോരമായ ശിക്ഷയും ഉണ്ടായിരിക്കും എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും നല്ല കൃത്യമായ രൂപത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ആയുഷ്കാലം മുഴുവൻ റബ്ബിന്റെ ഇഷ്ടവും പൊരുത്തവും നേടുന്ന രൂപത്തിലുള്ള കാര്യത്തിൽ നന്മകൾ ചെയ്യാനായിരിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ല എങ്കിൽ റഹ്മാനായ റബ്ബിന്റെ കോപത്തിനും ദേഷ്യത്തിനും ഇരയായിക്കൊണ്ട് ജഹന്നമാകുന്ന നരകത്തിന്റെ വിറകുകളായി തീരുന്ന ഒരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെയും മുഴുവൻ സമയവും ആ ഒരു രൂപത്തിൽ ഈമാനോട് കൂടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തുനിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും നന്മകളും ഇബാദത്തുകളും ചെയ്തുകൊണ്ട് ജീവിക്കാനും എല്ലാ വിധത്തിലുള്ള ചെറുതും വലുതുമായ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിന്റെ ഇഷ്ടവും പൊരുത്തവും നേടുന്ന നല്ലവരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.